നേവിയുടെ ബോട്ടുകൾ തയ്യാറെടുക്കുന്നത് നമുക്ക് കാണാം. 4 സ്പോട്ടുകളാണ് അവിടെ പരിശോധനകളിൽ ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളിൽ ഒടുവിലായി സ്ഥിരീകരിച്ചത്. അതിൽ കോൺടാക്ട് പോയിന്റ് 3 അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇടത്താണ് ഇന്നലെ മുളങ്കമ്പുകൾ കുത്തി നിർത്തിയത്. അവിടെ മുട്ടപ്പം വെള്ളത്തിൽ ഇന്നലെ മൽപ്പയ്ക്കും സംഘത്തിനും ഇറങ്ങി നിൽക്കാൻ കഴിഞ്ഞിരുന്നു. അവസാനത്തെ 4 ഡൈവുകളും മൽപ്പയെ നടത്തിയത് ആ ഭാഗത്താണ്. അവിടെ വലിയ മരങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നതാണ് മൽപ്പെ പറഞ്ഞത്. ആ വലിയ മരങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നതിന് മുകളിലായി മണ്ണിന്റെ ശക്തമായ സാന്നിധ്യം, അതായത് മണ്ണ് കൂടിക്കിടക്കുന്ന ഇടം തന്നെയാണ് എന്നത് മൽപ്പെ താഴോട്ടുള്ള ഭാഗത്തും, അതായത് ജലത്തിന് താഴെയുള്ള ഭാഗത്തും ഉപരിതലത്തിന് താഴേക്കും മണ്ണടിഞ്ഞുകൂടി കിടക്കുകയാണ്. ആ മണ്ണടിഞ്ഞുകൂടി കിടക്കുന്നത് ടവറും ക്യാബിനും ഒക്കെ ഉണ്ട് എന്ന് നേരത്തെ ഈ ഐബോർഡ് ഡ്രോൺ അടക്കം കണ്ടെത്തിയ ഭാഗമാണ്. അവിടെ അർജുന്റെ ട്രക്ക് ഉണ്ടോ എന്നതാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് താഴെത്തട്ടിലേക്ക് മുങ്ങി നിവരുന്നതിനാവശ്യമായ ഒരു കാഴ്ച തനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നും ഈശ്വർ മാൽപ്പെ വ്യക്തമാക്കിയിരുന്നു. 4 ലോഹ സാന്നിധ്യം, അതിൽ കോൺടാക്ട് പോയിന്റ് 3 ഇന്നിപ്പോൾ പരിശോധന നടത്താൻ പോകുന്നത്. ആദ്യഘട്ടത്തിലെ പരിശോധന അവിടെയാണ്. ഇന്നലെ തന്നെ അവിടെ മുളങ്കമ്പുകൾ കുത്തി നിർത്തിയിരുന്ന ഭാഗം നമുക്ക് കാണാം. ഇന്നലെ വൈകിട്ട് തെരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ ബോട്ടുകൾ അവിടെ ഇട്ടതിന് ശേഷം ഈശ്വർ മാൽപ്പെ തന്നെ 2 ഇടത്തായി മുളങ്കമ്പുകൾ കുത്തി നിർത്തിയിരുന്നു. അവിടെ ആ ഭാഗത്ത് മുട്ടൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് എന്നതും ഐഡന്റിഫൈ ചെയ്തതാണ്. ഈ വെള്ളത്തിലേക്ക് വീണ ടവറിൽ ഉണ്ടായിരുന്ന കമ്പികൾ, ആ കമ്പികൾ കുരുക്കിയിട്ടിരിക്കുകയാണ് കുറേ വലിയ മരങ്ങളെ. ആ വലിയ മരങ്ങളെ കുരുക്കിയിട്ടിരിക്കുന്ന ഭാഗത്ത് അവിടെയായാണ് ഈ നിക്ഷേപമെല്ലാം ഉള്ളത്. അതിനടിയിൽ ട്രക്കുണ്ടോ അതാണ് അറിയേണ്ടത്. താഴേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. മുകളിൽ മണ്ണും ചെളിയും എല്ലാം ഉള്ളതിനാൽ താഴേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നും അവർ വ്യക്തമാക്കുകയാണ്. ദീപക് മലയമ്മ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഒരു എൻ്റെ ഒപ്പം ഒരു ഡീപ് ഡൈവർ പിന്നെ ഞാൻ 2 കൂടെ ഇന്ന് ഇറങ്ങിയിട്ട് ഒരു പല സ്ഥലത്തിൽ നോക്കാൻ അടയാളം ഉണ്ടെന്ന് ഇസ്രോ சொல்லிട്ടുണ്ട്. ആ സ്ഥലത്തിൽ ഞങ്ങൾ ഇപ്പോൾ പോകും. ഇപ്പോൾ നീരിന് എല്ലാം കറണ്ട് കമ്മിയുണ്ട്. നമ്മൾ ഇന്നലെ ഒരു ബാമ്പു അവിടെ കുത്തി വെച്ചിട്ടില്ലേ? അത് ബാമ്പു കുത്തിയിട്ട് ഈ സൈഡ് ഉണ്ട്. അത് 3 അതിപ്പോൾ ലോ ടൈഡ് ഉണ്ടല്ലോ. ഇപ്പോൾ അത് പിന്നെ നോക്കും. ഇപ്പോൾ അടുത്ത ഒരു പോയിന്റ് ഉണ്ട്, 4ാമത്തെ പോയിന്റ്. ആ പോയിന്റിന് ഇപ്പോൾ പോയിട്ട് നോക്കും. 4ാമത്തെ പോയിന്റ് പറയുമ്പോൾ അവിടെ ഒരു മണ്ണ് കൂട്ടിയിട്ടുണ്ട്. വണ്ടി വീണ്ട സ്ഥലത്തിൽ കൊഞ്ചം അപ്പുറം 150 ഫീറ്റിൽ ഒരു സംശയമുണ്ട് നോക്കാം. അതിൽ ഇപ്പോൾ പോയിട്ട് നോക്കും. ലോ ടൈഡ് ഉണ്ടല്ലോ, കറണ്ട് ഇപ്പോൾ വെള്ളം സ്ലോ ഉണ്ട്. അതിനിപ്പോൾ ഫസ്റ്റ് പോയിട്ട് അവിടെ നോക്കിയിട്ട് പിന്നെ ബൊമ്പ് സൈഡ് നോക്കും. ഈ അടിയൊഴുക്ക് ശക്തം തന്നെയാണ്. ഇപ്പോൾ അടിയിൽ നീര് പ്രഷർ ഉണ്ടല്ലോ, അതിന് കീഴെ പോയില്ല ആവില്ലേ. അവിടെ തന്നെ എത്ര ഫീറ്റ് നമുക്കിപ്പോൾ പോകാൻ പറ്റിയിട്ടുണ്ട്? ഇപ്പോൾ നമ്മളിപ്പോൾ ആ സൈഡിൽ 40 ഫീറ്റ് 45 ഫീറ്റ് പോയി. ഈ സൈഡിൽ 50-60 ഫീറ്റുണ്ട്. അവിടെ നോക്കും. ഇപ്പോൾ പോയിട്ട് പോകുന്നത് 60 ഫീറ്റോളം പോകണം. 60 ഫീറ്റിന് പോകണം. റിസ്ക്കിയാണ്. റിസ്ക്കിട്ട് പിന്നെ അടിയെല്ലാം കമ്പിയെല്ലാം ഉണ്ട്. അതേ ബുദ്ധിമുട്ട്. ഒന്നും കാണാൻ വയ്യോ ആളിലെ. അടി പോയി ഫുള്ള് കത്തല. അപ്പോൾ ഒന്നും കാണത്തില്ല. തേടിക്കൊണ്ട് പോകുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഈശ്വർജി. ഓക്കെ, സുജയ, നമ്മളിപ്പോൾ ഈശ്വർ മൽപ്പയുമായി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് 4ാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ച് കൂടി പരിശോധിക്കാനുള്ള തീരുമാനമുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ആ മേഖലയിലേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് ഇവിടെ കാണാം. ഇത് വലിയ കുത്തൊഴുക്കുള്ള ഗംഗാവലിയുടെ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കാണുന്നത്. ഈ മേഖലയിലാണ് പരിശോധനകൾ നടത്തേണ്ടത്. അത് വളരെ റിസ്കി ജോബ് തന്നെയാണ്. പക്ഷേ ആ റിസ്ക് ഏറ്റെടുക്കാൻ ഈശ്വർ മൽപ്പയും സംഘവും തയ്യാറായി എന്നുള്ളതാണ് ഒരു വസ്തുത. അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഇവിടെ NDRFിൻ്റെയും SDRFിൻ്റെയും ഒക്കെ സംഘങ്ങൾ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ മേഖലയിലേക്ക് ഇങ്ങനെ തെരച്ചിലിന് പോകുന്ന ഘട്ടത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടെന്താണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് വലിയ തരത്തിൽ മണ്ണും കല്ലുമൊക്കെ അടിഞ്ഞുകൂടിയ ഈ മേഖലയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ദേഹത്തേക്ക് കമ്പികൾ ഉൾപ്പെടെ തറച്ചു കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള ഒരു പ്രതിസന്ധി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും സ്വന്തം നിലയിൽ തന്നെ അദ്ദേഹം ആ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണ്. ആ റിസ്ക് ഒരു റിസൾട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മുടെയും പ്രതീക്ഷ. ഇന്ന് കഴിഞ്ഞ ദിവസത്തേതിന് സമാനമല്ല കാര്യങ്ങൾ. കുറച്ചുകൂടി അന്തരീക്ഷം കലുഷിതമാണ്. ഇവിടെ ഇപ്പോൾ തന്നെ വെളിച്ചത്തിൻ്റെ സാന്നിധ്യം, അതായത് സൂര്യപ്രകാശം പൂർണ്ണമായും എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല.